വിവേകമില്ലാത്ത വിനോദിനെ പിടിച്ച് മെത്രാനാക്കിയാൽ ഇങ്ങനെയിരിക്കും. അതിൻ്റെ ICU, അതിൻ്റെ മരുന്നുകൾ, വെന്റിലേറ്റർ ചാർജ് എല്ലാം കൂടെ ഏകദേശം 8 ലക്ഷം രൂപയുടെ ഒരു ബില്ല് വന്നു. അച്ഛൻ്റെ ഇൻഷുറൻസിൽ കുറേ രൂപ കിട്ടി. ബാക്കി മുഴുവൻ കാശും മദ്രാസ് ഭദ്രാസനത്തിലെ വൈദികർ അവരുടെ ശമ്പളത്തിൽ നിന്നാണ് കൊടുത്ത് ഞങ്ങൾ ബില്ലടച്ച് റെസിപ്റ്റ് വാങ്ങിയത്. ഓർത്തഡോക്സ് പൈശാചിക പ്രസ്ഥാനത്തിന്റെ സെമിനാരിയിൽ നിന്ന് അടവെച്ച് വിരിയിച്ചിറക്കിയ ഒരു കാട്ടുമുന്തിരിയുടെ പ്രസംഗം നമുക്കിന്ന് കാണാം. പെണ്ണ് കെട്ടിയിട്ടില്ല എന്നത് മാത്രമാണ് ഈ പ്രസ്ഥാനത്തിൽ വെള്ള നൈറ്റിയിൽ നിന്നും ചുവന്ന നൈറ്റിയിലേക്കുള്ള അകലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിൽ പലർക്കും ഒരു ബോധമോ വകതിരിവോ കാണുകയില്ല. അത് ഈ പണിക്ക് ആവശ്യവുമില്ല. ആരോട്, എവിടെ, എങ്ങനെ സംസാരിക്കണമെന്ന് ഈ നൈറ്റുധാരികൾക്ക് പലപ്പോഴും അറിയുകയുമില്ല. ഇവന്മാരുടെ വകതിരിവില്ലായ്മ പോലും പലപ്പോഴും ലാളിത്യത്തിൻ്റെ അടയാളമായി ഞങ്ങൾ മൊണ്ണക്കുഞ്ഞുങ്ങൾ അങ്ങ് കണക്കാക്കുകയും ചെയ്യും. ഈ പ്രസ്ഥാനത്തിലെ ഊളിയോസ് എന്നറിയപ്പെടുന്ന സബോളക്കണ്ണൻ മെത്രാൻ ഒരിക്കൽ ഒരു സത്യം അറിയാതെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഊളത്തരമല്ലാതെ ആളുകൾ സത്യമെന്ന് പറഞ്ഞ ഏക കാര്യവും ഇതായിരുന്നു. ഒരു പാതിരിയെ വെടക്കാക്കണമെങ്കിൽ അവനെ പിടിച്ചങ്ങ് മെത്രാനാക്കിയാൽ മതി എന്നാണ് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയത്. അതേതാണ്ട് ശരിവെക്കുന്നതാണ് ഈ വിനോദിൻ്റെ കാര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആറാട്ടുപുഴക്കാരൻ വിനോദിനെ പിടിച്ച് ചുവന്ന നൈറ്റ് ഇടിപ്പിച്ച് വായിൽ കൊള്ളാത്ത ഗീവർഗീസ് മാർ പീലക്സീനോസ് എന്ന പേരും ഇടിപ്പിച്ച് മദ്രാസ് ഭദ്രാസനത്തിൻ്റെ അധിപനും കൂടിയാക്കി കഴിഞ്ഞപ്പോൾ ലവൻ്റെ ഉള്ള വെളിവ് കൂടിപ്പോയി. പെരുന്നാളിന് പള്ളിക്കാർ നോട്ടീസിൽ വെച്ച പേര് ചെറുതായി പോയാൽ പ്രശ്നം, മേശയൊരുക്കുമ്പോൾ ലെഗ് പീസ് കിട്ടിയില്ലെങ്കിൽ അതും പ്രശ്നം. അങ്ങനെ മൊത്തത്തിൽ ഒരു പ്രശ്നക്കാരനാണ് ഇപ്പോൾ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15 മദ്രാസ് ഭദ്രാസനത്തിലെ 31കാരനായ ജെറിൻ തോമസ് എന്ന യുവപാതിരി എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ വെച്ച് ലിവർ സിറോസിസ് മൂർച്ഛിച്ച് മരിക്കുകയുണ്ടായി. വർഷങ്ങളായി അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. പത്തനംതിട്ട കൈപ്പട്ടൂർ സെയിൻറ്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് അംഗമായ അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 19 സ്വദേശമായ കൈപ്പട്ടൂരിൽ വെച്ചാണ് നടന്നത്. തദവസരത്തിൽ നടത്തിയ അനുശോചന സമ്മേളനത്തിൽ ഈ വെളിവില്ലാത്ത മെത്രാൻ നടത്തിയ ഒരു അനുസ്മരണ പ്രസംഗം കാണുക. മരണപ്പെട്ട ആ യുവവൈദികൻ്റെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഒക്കെ നെഞ്ചുപൊട്ടിയിരിക്കുമ്പോഴാണ് ഈ വെളിവില്ലാത്ത മെത്രാൻ ഇപ്രകാരം ഒരു പ്രസംഗം നടത്തിയത് എന്നോർക്കണം. ഇവൻ്റെ പാതിരികളും കൂട്ടരും ഒക്കെ ചേർന്നാണ് അത്രേ പണം പിരിച്ച് സകല സാമ്പത്തിക കാര്യങ്ങളും നടത്തിക്കൊടുത്തത്. ഔചിത്യമില്ലാതെ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് അദ്ദേഹം വിളമ്പേത് കാണുക. അഭിവന്യ തിരുമേനിമാരെയും വന്യ കോറപ്പിസ്കോപ്പമാരെയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ശമ്മാശന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കർത്താവിൽ പ്രിയപ്പെട്ട ഏവരുമേ, മദ്രാസ് ഭദ്രാസനത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരച്ഛനെയാണ് നമുക്കെല്ലാവർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്. മദ്രാസ് ഭദ്രാസനത്തിന് വേണ്ടി ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട തോമസ് ഐസക് അച്ഛനും ഭദ്രാസന വൈദിക സംഘം സെക്രട്ടറി ബഹുമാനപ്പെട്ട ബിജു മാത്യൂസ് അച്ഛനും അനുശോചനം അറിയിക്കുകയും ഭദ്രാസനത്തിന് നഷ്ടം അറിയിക്കുകയും ജെറിനച്ഛൻ എങ്ങനെയുള്ള ആളായിരുന്നു, എന്തായിരുന്നു എന്ന് വിശദീകരിച്ച് സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എൻ്റെ അനുശോചന വാക്കുകൾ 3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭദ്രാസനത്തിൻ്റെ മൊത്തമായ ഒരു ജസ്റ്ററിനെ കുറിച്ചാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ജെറിനച്ഛൻ അസുഖക്കാരനായിട്ട് മാസങ്ങളായി, വർഷങ്ങളായി. അദ്ദേഹം 2023 ജൂൺ മാസം 14 ഈ പരിശുദ്ധ മദ്ഭായിൽ വെച്ചാണ് കശീശ പട്ടം സ്വീകരിച്ചത്. 2023 ജൂലൈ 1 മുതൽ മദ്രാസ് ഭദ്രാസനത്തിലെ താമ്പരം സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ സഹവികാരിയായി നിയമിക്കപ്പെട്ടു. ആ സമയത്ത് അച്ഛന് ഈ അസുഖമുണ്ട്. 2 വർഷക്കാലം താമ്പരം പള്ളിയുടെ സഹവികാരിയായിരുന്നു. 2025 ജൂൺ മാസം 1 അച്ഛന് തിരുപ്പൂർ
സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ പൂർണ്ണ ചുമതലയിൽ വികാരിയായിട്ട് തന്നെ നിയമിതനായി. ആ സമയത്തും അതിൻ്റെ അസുഖമുണ്ട്. അച്ഛൻ ട്രീറ്റ്മെൻറ്റിന് വിധേയപ്പെടുന്നുണ്ടായിരുന്നു. അച്ഛനെ എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ലിവർ സംബന്ധമായ അസുഖമായതുകൊണ്ട് അത് ട്രാൻസ്പ്ലാന്റേഷന് പോകണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ എല്ലാ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരും അച്ഛനെ അറിയാവുന്നവരും ആവശ്യപ്പെടുകയും ചെയ്തു. അച്ഛൻ്റെ ആത്മവിശ്വാസവും ആത്മീകമായ കരുത്തും ഇവിടെ തോമസ് ഐസക് അച്ഛനും ബിജു അച്ഛനും ഒക്കെ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചാണ് ഒന്ന് ചെറുകെ ഡിലേ ആയത്. ഈ വർഷം 2026 ഈ മാസം ഓഗസ്റ്റ് മാസം 8-ാം തീയതി അച്ഛന് തിരുപ്പൂരിൽ വെച്ച് അസുഖം കലശലായി പെട്ടെന്ന് എറണാകുളം ലിസി ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അവിടെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്ത് ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തു, ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ മതിയാകൂ എന്ന് പറയുകയുണ്ടായി. ട്രാൻസ്പ്ലാന്റേഷന് പോസ്റ്റ് ചെയ്ത സമയത്ത് മദ്രാസ് ഭദ്രാസനത്തിലെ എല്ലാ വൈദികരും ഉടൻ തന്നെ സൂം പ്ലാറ്റ്ഫോമിലൊരു മീറ്റിംഗ് കൂടുകയുണ്ടായി. അതാണ് ഞാൻ ജസ്റ്റർ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിവരം എല്ലാ അച്ഛന്മാരെയും അറിയിച്ചപ്പോൾ അച്ഛന്മാരെല്ലാവരും സൂം പ്ലാറ്റ്ഫോമിൽ തമിഴ്നാടിനകത്തും വിദേശത്തും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള എല്ലാ വൈദികരും സംബന്ധിക്കുകയും ഒറ്റക്കെട്ടായി പറഞ്ഞു, ജെറിനച്ഛൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സാമ്പത്തിക തുകയും നമ്മുടെ ഭദ്രാസനം കളക്ട് ചെയ്ത് ചികിത്സ നിർവഹിക്കുന്നതായിരിക്കും. 10 മിനിറ്റ് കൊണ്ട് ആ മീറ്റിംഗ് അവസാനിച്ചു. വേറെ ഒന്നും ആലോചിക്കാനില്ല. ഒറ്റക്കെട്ടായി ബഹുമാനപ്പെട്ട വൈദികരെല്ലാവരും ഇവിടെ പറഞ്ഞു, ഇനിഷ്യൽ പേയ്മെൻറ്റ് ആദ്യത്തെ 8-ാം തീയതി മുതലുള്ള ദിവസങ്ങളിൽ അവിടെ അഡ്മിറ്റായി ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് ട്രാൻസ്പ്ലാന്റേഷന് പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ കാലയളവിലെ ഇനിഷ്യൽ പേയ്മെൻറ്റും അതിനുശേഷം ട്രാൻസ്പ്ലാന്റേഷൻ അത് വലിയൊരു തുകയാണ്. 35, 40, 50 ലക്ഷം രൂപയുടെ ഒരു കണക്കാണ് ആശുപത്രിക്കാർ പറയുന്നത്. അത് പ്രീ ഓപ്പ്, അതോടൊപ്പം തന്നെ പ്രൊസീജിയർ, പോസ്റ്റ് ഓപ്പ്, ഈ ദിവസങ്ങളിലെ ചിലവാണ് അവർ പറയുന്നത്. അച്ഛന്മാരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി പറഞ്ഞു, എത്ര ലക്ഷം രൂപ ആയാലും മദ്രാസ് ഭദ്രാസനം ഒറ്റക്കെട്ടായി അച്ഛന്മാരും വിശ്വാസികളും ചേർന്ന് അത് പിരിവെടുത്ത് നടത്തി ട്രീറ്റ്മെൻറ്റ് നടത്തുമെന്ന് തീരുമാനിച്ചു. ദൈവത്തിൻ്റെ നിശ്ചയം ഓഗസ്റ്റ് മാസം 15-ാം തീയതി അച്ഛൻ നമ്മെ വിട്ടുപോയി. ഓഗസ്റ്റ് 8 മുതൽ 15 വരെയുള്ള ഒരാഴ്ചക്കാലം ലിസി ഹോസ്പിറ്റലിലെ പേയ്മെൻറ്റ്, അവരുടെ ചെലവ് അറിയാമല്ലോ, ലിവർ സംബന്ധമായ അസുഖമായതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ICU, അതിൻ്റെ മരുന്നുകൾ, വെൻറ്റിലേറ്റർ ചാർജ് എല്ലാം കൂടെ ഏകദേശം 8 ലക്ഷം രൂപയുടെ ഒരു ബില്ല് വന്നു. ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിനോട് പറഞ്ഞു, അവിടുത്തെ അച്ഛനോട് പറഞ്ഞു, ഞങ്ങൾ ആ കാശ് പേ ചെയ്യും, വേറെ വീട്ടിൽ നിന്നോ മറ്റിടത്തുനിന്നോ ഒന്നും കാശ് മേടിക്കരുത്. അച്ഛൻ്റെ ഇൻഷുറൻസിൽ കുറേ രൂപ കിട്ടി, ബാക്കി മുഴുവൻ കാശും മദ്രാസ് ഭദ്രാസനത്തിലെ വൈദികർ അവരുടെ ശമ്പളത്തിൽ നിന്നാണ് കൊടുത്ത് ഞങ്ങൾ ബില്ലടച്ച് റെസിപ്റ്റ് വാങ്ങിയത്. ഞാനതാണ് ജസ്റ്റർ എന്ന് പറഞ്ഞത്. മദ്രാസ് ഭദ്രാസനത്തിലെ വൈദികരുടെ ദീനാനുകമ്പ, സ്നേഹം, ജെറിനച്ഛനോടുള്ള ബഹുമാനം, ആദരവ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അച്ഛൻ്റെ ഈ ഫ്യൂണറലിന് വേണ്ടി എത്ര ചിലവായാലും, ഇത് പലരും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. തിരുപ്പൂര് പള്ളിയും താമ്പരം പള്ളിയും ഈ ഇടവകയുടെ യുവന സമാജമൊക്കെ പല കാര്യങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കി എന്ത് ചിലവ് വന്നാലും മദ്രാസ് ഭദ്രാസനം വഹിച്ചോളാമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാവരുമേ, ഇതുപോലെയാണ് നമ്മുടെ അച്ഛന്മാരുടെ സ്നേഹം. നമ്മളിലൊരു അച്ഛൻ്റെ നഷ്ടം തീരാ നഷ്ടമാണ്. അച്ഛൻ വൈദികനായിട്ട് 2023 മുതൽ 26 വരെ 3 വർഷമായതേ ഉള്ളൂ. പക്ഷെ അച്ഛനോടുള്ള കരുതൽ, വാത്സല്യം, സ്നേഹം, ഭദ്രാസനത്തിലെ വൈദികരുടെയും വിശ്വാസികളുടെയും ആ ഒരു സ്നേഹം വിലപ്പെട്ടതാണെന്ന് പറയാൻ വേണ്ടിയാണ്. അതൊരു ഭദ്രാസനത്തിന് മാത്രമല്ല, പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഈ ആരാധനയെ സംബന്ധിക്കുന്നു.
പരിശുദ്ധ പിതാക്കന്മാർ, ആത്മീയ പിതാക്കന്മാർ, അഭ്യുന്നയ പിതാക്കന്മാർ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. ഇത് സഭയുടെ ഒരു കരുത്താണ്, സഭയുടെ ഒരു ബലമാണ്, സഭയുടെ ഒരു ജസ്റ്ററാണിത്. നമ്മളിലൊരാൾ സങ്കടപ്പെട്ടാൽ, പ്രയാസപ്പെട്ടാൽ, അവർക്ക് സാമ്പത്തികമായോ മാനസികമായോ ശാരീരികമായോ ആത്മീകമായോ പ്രയാസമുണ്ടായാൽ അവിടെ സഭ ഒറ്റക്കെട്ടാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ജസ്റ്ററായിട്ടാണ് ഞാൻ ജെറിനച്ചനോടുള്ള സ്നേഹാദരവുകൾ പ്രകടിപ്പിച്ച് ഇവിടെ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിച്ചത്. ഇന്ന് രാവിലെ പരുമല മോർച്ചറിയിൽ നിന്ന് എടുത്ത സമയം മുതൽ, രാവിലെ 6 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട സമയം മുതൽ ഞാനും മദ്രാസ് ഭദ്രാസനത്തിലെ എല്ലാ വൈദികരും ഡെഡ് ബോഡിയുടെ കൂടെ ഉണ്ട്. വീട്ടിലെ ശുശ്രൂഷയ്ക്കും ഇവിടുത്തെ ശുശ്രൂഷയ്ക്കും എല്ലാം. ഞാൻ പറഞ്ഞല്ലോ, മദ്രാസ് ഭദ്രാസനത്തിന് വിദേശത്തും പള്ളികളുണ്ട്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പള്ളികളുണ്ട്. അവിടുത്തെ അച്ഛന്മാർക്ക് വരാൻ പറ്റിയിട്ടില്ല. ചെന്നൈയിലും കോയമ്പത്തൂർ റീജിയണിലുമുള്ള മുഴുവൻ വൈദികരും ഈ ശുശ്രൂഷകളിൽ രാവിലെ മുതൽ പങ്കെടുക്കുന്നു. മദ്രാസ് ഭദ്രാസനത്തിൻ്റെ എല്ലാ ആദരവും ബഹുമാനവും ഭക്തിയും പരിശുദ്ധ സഭയോടും ജെറിനച്ചനോടും അറിയിക്കുകയാണ്, കുടുംബക്കാരോട് അറിയിക്കുകയാണ്. ഈ ഇടവകയോടുള്ള നന്ദിയൊക്കെ തോമസ് ഐസക്കച്ചനോട് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ പരിശുദ്ധ ബാവാ തിരുമേനിയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞു കൊള്ളട്ടെ. പരിശുദ്ധ ബാവാ തിരുമേനി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, ഞാനും വരട്ടെ ശുശ്രൂഷയ്ക്കെന്ന്. അതെന്തിനാ തിരുമേനി അങ്ങനെ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഭദ്രാസനത്തിൻ്റെ ചുമതലക്കാരെന്ന നിലയിൽ തിരുമേനിയെ വിളിക്കണോ വിളിക്കണ്ടായോ, തിരുമേനി അവൈലബിൾ ആണോ എന്നുള്ള സംശയത്തിലിരിക്കുമ്പോൾ തിരുമേനി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് മുളക്കുളം ഭാഗ്യസ്മരണാർഹനായ ജോസഫ്മാർ പക്കോമിസിനോട് പെരുന്നാൾ കഴിഞ്ഞിട്ട് അവിടെ JMBയിൽ ഒരു പ്രോഗ്രാമുണ്ട്, അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാമെന്ന് പരിശുദ്ധ പിതാവ് ഇങ്ങോട്ട് കൽപ്പിക്കുകയാണ് ചെയ്തത്. അതിനകത്ത് സന്തോഷം വലുതാണ്. നോക്കി, പരിശുദ്ധ പിതാവ് ഈ സഭയെ സ്നേഹിക്കുന്നത്, സഭയിലെ 3 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത ഒരു വൈദികനോടുള്ള ബഹുമാനം എത്ര സ്നേഹമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജസ്റ്ററിൽ പ്രകടിപ്പിക്കുന്നത്. ഇന്ന് ആരാധനയും വന്ന് സംബന്ധിക്കുന്നു. രാവിലത്തെ മുളക്കുളം പള്ളിയിലെ വിശുദ്ധ പെരുന്നാൾ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അവിടുന്ന് യാത്രയായി വരികയാണ്. ബാക്കിയുള്ള പ്രോഗ്രാമുകൾ പിറവത്തും അതുപോലെ തന്നെ JMBയുടെ പ്രോഗ്രാമും, JMB എന്ന് പറഞ്ഞ അവിടെ ഒരു സൊസൈറ്റി ഉണ്ട്, അതിൻ്റെ ചുമതല പരിശുദ്ധ ബാവാ തിരുമേനിയാണ്. അത് എല്ലാം മാറ്റിവെച്ചിട്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്. അതുകൊണ്ട് ഈ ഇടവകയുടെ നന്ദി പ്രസാദച്ചൻ പറഞ്ഞോളും. മദ്രാസ് ഭദ്രാസനത്തിൻ്റെ എല്ലാ ബഹുമാനവും നന്ദിയും സ്നേഹവും ആദരവും പരിശുദ്ധ പിതാവിൻ്റെ തൃപാദത്വങ്ങൾ സമർപ്പിക്കുന്നു. ജെറിനച്ചനെ ദൈവം തമ്പുരാൻ സ്വർഗീയ യെരൂശലേമിൽ പ്രകാശ മണവറയിൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്രാസ് ഭദ്രാസനത്തിൻ്റെ എല്ലാ വൈദികരുടെയും വിശ്വാസികളുടെയും ഇടവകളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ആ അനുശോചനവും പ്രാർത്ഥനയും ഈ സമയം അറിയിക്കും. വിനോദ് മെത്രാനെ തങ്ങൾ സമയം കിട്ടിയാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 3-ാം വാക്യം ഒന്നെടുത്ത് വായിക്കണം. അതിപ്രകാരമാണ്: നീയോ ധർമ്മം ചെയ്യുമ്പോൾ നിന്റെ ധർമ്മം രഹസ്യമായിരിക്കേണ്ടതിന് ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത്. മറ്റുള്ളവർക്ക് സഹായങ്ങളോ ദാനധർമ്മങ്ങളോ ചെയ്യുമ്പോൾ അത് ആളുകളെ കാണിക്കാനും പ്രശസ്തിക്കും വേണ്ടി ആകരുത് എന്നാണ് ഈ വചനത്തിലൂടെ യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. പ്രകടനപരതയില്ലാതെ തികച്ചും രഹസ്യമായി ചെയ്യുന്ന നന്മകൾക്ക് ദൈവം പ്രതിഫലം നൽകും എന്നാണ് ഈ വാക്യം വ്യക്തമാക്കുന്നത്. നിന്റെ കൊള്ളക്കാരനായ സഭാധ്യക്ഷന് ഇത് വല്ലതും പറഞ്ഞു തരാൻ സാധിക്കുമോ? ഒരു പഴം കൊടുത്തിട്ട് 10 ലക്ഷം മുടക്കി PR നടത്തുന്ന വ്യക്തി, വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ പേരിൽ പിരിച്ച 15 കോടി പിടിച്ച് നിക്കറിൽ ഇടിപ്പിച്ച് നടക്കുന്നവൻ എങ്ങനെ വിനോദിനെ ഉപദേശിക്കും? നിന്റെയൊക്കെ കൂതാശപ്പണിക്ക് നടക്കുന്നവന്മാർക്ക് രോഗം വന്നാൽ അവനെ ചികിത്സിക്കേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കൊക്കെ തന്നെയല്ലേ? അത് പിന്നെ നാട്ടുകാരുടെ ചുമതലയാണോ? വിശുദ്ധ മദ്ബഹയിൽ ചവിട്ടിയ കാലുകൾ അഗ്നിക്കിരയാകില്ല എന്നൊക്കെ നീയൊക്കെ നിന്ന് തള്ളുന്നത് വെറും പുളുവാണെന്നിപ്പോൾ തെളിഞ്ഞില്ലേ? അതുകൊണ്ട് സൂക്ഷിച്ചു നടന്നാൽ കൊള്ളാം. അതുപോലെ ഈ യുവവൈദികന്റെ അകാല വേർപാടിൽ ഞങ്ങൾ വ്യസനം അറിയിക്കുന്നതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കൂട്ടരെ പൈശാചിക സഭ എന്ന് ഞാൻ എന്തുകൊണ്ട് വിളിക്കുന്നു എന്നതിനുള്ള മറ്റൊരു ഉദാഹരണം കൂടിയാണിത് എന്ന് മനസ്സിലാക്കണം. ഈ യുവവൈദികൻ വർഷങ്ങളായി ലിവർ സിറോസിസിന് ചികിത്സയിലായിരുന്നു. എന്നാൽ ഈ വിവരം മറച്ചു വെച്ചാണ് ഒരു പെൺകുട്ടിയെ ഇദ്ദേഹം വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് 3-ാം മാസം ഈ വിവരം അറിഞ്ഞ പെൺകുട്ടി തകർന്നുപോയി. ഇദ്ദേഹവുമായുള്ള വിവാഹ ജീവിതം ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഇപ്രകാരം ഒരു വഞ്ചന ഒരു പെൺകുട്ടിയോട് ഇദ്ദേഹം ചെയ്തു എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കണം. ഇവന്മാരിൽ നിന്നൊക്കെ
വിവേകമുള്ള എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നവരാണ് ഒടുവിൽ നിരാശരാകുന്നത് എന്ന് നാം തിരിച്ചറിയണം. മാനേജ്മെന്റ് കോട്ടയിൽ കയറി എന്നതൊക്കെ ശരി. വിനോദേ, നീ ഇനിയെങ്കിലും കുറച്ച് വിവേകമൊക്കെ കാണിക്കണേ പ്ലീസ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.